ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മുട്ട കൊണ്ടുള്ള ഒരു അടിപൊളി കറിയാണ്, ബട്ടർ ഓംലെറ്റ്. അപ്പോൾ അത് വളരെ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കിയെടുക്കാം നമുക്ക് നോക്കിയാലോ. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെ നമ്മുടെ ബട്ടർ ഓംലെറ്റ് തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. അതിന് നമുക്ക് ഓംലെറ്റ് തയ്യാറാക്കണം. അതിന് ഞാൻ ഇവിടെ 3 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതുപോലെ പൊട്ടിച്ചിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ 4-5 മുട്ട മെമ്പേഴ്സിനനുസരിച്ചിട്ട് അത് കൂട്ടിക്കൊണ്ടിരിക്കാം. പക്ഷേ ഇൻഗ്രീഡിയൻസിലും കുറച്ച് മാറ്റം വരുത്തിയാൽ മതി. നമുക്ക് അതിലേക്ക് പെപ്പർ പൗഡർ ഒരു 1/4 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 2-3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് കൂടി എടുത്ത് ഇനി നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഒരു 4 സ്പൂൺ എന്തായാലും കുഴപ്പമില്ല, നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ലോണം അത് മിക്സ് ആയിട്ടുണ്ട്. നമുക്കിത് ഓംലെറ്റ് ആക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ഒരു പാനിക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂണോളം ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മെൽറ്റ് ആവട്ടെ നല്ലോണം. വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളത് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ബട്ടർ പെട്ടെന്ന് കരിഞ്ഞു പോകും. നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഒരു സൈഡ് നമ്മുടെ വെന്തു. അപ്പോൾ നമുക്കിനി തിരിച്ചൊന്നിട്ട് കൊടുക്കാം. എന്താ ഇപ്പോൾ ബാക്ക് സൈഡ് ഇപ്പോൾ കണ്ട ഈ ഒരു ചെറിയൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇപ്പോൾ മുട്ട റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് കട്ട് ചെയ്തിട്ടെടുക്കാം. നമുക്കിപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം. ഞാനിവിടെ ഈ ഒരു വീതിയിലാണ്, തിക്നെസ്സിലാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. നമുക്ക് ചെറിയ പീസസ് ആക്കാം, അല്ലെങ്കിൽ വലിയ ക്യൂബ്സ് ആക്കിയിട്ട് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തിട്ടെടുക്കാം. അത് ഓരോരുത്തരെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റിക്കൊണ്ടിരിക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ അത് മുഴുവൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ഈ എഗ്ഗ് കട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു വീതിയിൽ ഇത്രയൊരു തിക്നെസ്സിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിലേക്കുള്ളൊരു ഗ്രേവി തയ്യാറാക്കി എടുക്കണം. അതിനായി ഞാൻ ഇവിടെ ഒരു 3 തക്കാളി, ചെറിയ തക്കാളി 3 എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത പുളി കുറവുള്ള തക്കാളി എടുക്കാൻ ശ്രദ്ധിക്കുക. ഒരു മീഡിയം സൈസിലുള്ള ഓണിയനും ഞാൻ അതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്, അതും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിടാം, അല്ലെങ്കിൽ പെട്ടെന്ന് അരിഞ്ഞ് കിട്ടില്ല. ഇതിനൊന്നും അളവ് കൂടരുത്, ചെറിയ പീസ് മതി ഇഞ്ചിയും. അതുപോലെ ഒരു അല്ലി വെളുത്തുള്ളി വലുത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നിങ്ങൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണെങ്കിൽ അതായാലും ആഡ് ചെയ്താൽ മതി. അതുപോലെ ഞാൻ 2 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊണ്ടുവരാം. നല്ലോണം അരച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ വെള്ളം ആഡ് ചെയ്യണമെങ്കിൽ ഇത്തിരി വെള്ളം ആഡ് ചെയ്തിട്ട് അരച്ചെടുത്തോ. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്, നല്ലോണം അരച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലേക്ക് 1/2 ടീസ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ അല്ലെങ്കിൽ ഗീ ഓയിലായാലും മതി, പക്ഷെ ബട്ടറാണ് ടേസ്റ്റ്. അപ്പോൾ ബട്ടറൊക്കെ ജസ്റ്റ് മെൽറ്റായി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ ക്യുമിൻ സീഡ്സ്, നല്ല ജീരകമില്ലേ, ചെറിയ ജീരകം, അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ചെറുതായിട്ടൊന്ന് വാടുന്ന വരെ ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിം ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ മിക്സ് ഉണ്ടല്ലോ, ആ തക്കാളിയും സബോളയും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഇട്ട് അരച്ച ആ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് നമ്മൾ എഗ്ഗിൽ ആഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഇതിൽ കുറച്ച് ആഡ് ചെയ്താൽ മതി, ശ്രദ്ധിച്ചിട്ട് ആഡ് ചെയ്യാം. ഇനി അതിലേക്ക് നമുക്ക് ചെറിയൊരു മധുരത്തിന് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/4 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്ക് അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിപ്പൊടി ഒന്നും അധികം കൂടാതിരിക്കുന്നത് നല്ലത്. ഞാൻ ഇവിടെ 1/2 ടീസ്പൂണാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 4 പേർക്ക് കഴിക്കുന്ന ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചധികം, ഇപ്പോൾ 8 പേർക്ക് കഴിക്കുന്നതാണെങ്കിൽ ഈ മെഷർമെൻറ്റ് എല്ലാത്തിൻ്റെയും മെഷർമെൻറ്റ് ഡബിൾ ആക്കാം. ഇപ്പോൾ ഒണിയൻ ആയാലും ഞാൻ ഇവിടെ ഒരു മീഡിയം സൈസ് ഒണിയൻ എടുത്തിട്ടുള്ളത്. അതുപോലെ തക്കാളി പൊടികളെല്ലാം നമുക്ക് ഡബിൾ ആക്കി എടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ് എടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം മിക്സ് ചെയ്യാം.
ഇതിൽ ആഡ് ചെയ്തിരിക്കുന്ന പൊടികളുടെയും അതുപോലെ ഒണിയൻ, തക്കാളി, അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി അതിൻ്റെ ഒക്കെ പച്ചമണം മാറുന്നവരെ കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാ ഇപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 200 ml പാല് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് അത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഗ്രേവിക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കറിക്കൊരു റിച്ച് ഗ്രേവി കിട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ആ മിൽക്കും അതുപോലെ ഫ്രഷ് ക്രീമും ഗ്രേവിയൊക്കെ നല്ലോണം മിക്സ് ആവുന്നവരെ ഒരു 4-5 മിനിറ്റോളം ഇളക്കി കൊടുക്കാം. അതിൽ ഇതുപോലെ തൈര് ഉണ്ടെങ്കിൽ നല്ലോണം മിക്സ് ചെയ്ത് അതൊക്കെ കറക്റ്റായിട്ട് വരും. അതായപ്പോൾ നമ്മളുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. നല്ലോണം എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കസൂരി മേത്തി ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 1 ടീസ്പൂൺ കസൂരി മേത്തിയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഗരം മസാല അധികം കൂടരുത്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മളുടെ നേരത്തെ തയ്യാറാക്കി വെച്ച ഓംലെറ്റിൻ്റെ പീസസ് ഉണ്ടല്ലോ, ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച ഓംലെറ്റ് പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അത് കട്ട് ചെയ്തെടുക്കാം. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഈ എഗ്ഗിൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം മസാല പിടിക്കുന്ന വിധത്തിൽ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ എഗ്ഗിന് പകരം എഗ്ഗ് കഴിക്കാത്തവരൊക്കെ ആണെങ്കിൽ ഈ സെയിം റെസിപ്പി തന്നെ നമുക്ക് പനീർ വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് നമുക്ക് അതിലേക്ക് കൊറിയാണ്ടർ ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ഞാൻ 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ബട്ടർ ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും പൊറോട്ട എല്ലാം ഗീ റൈസിൻ്റെ കൂടെ വളരെ നല്ല കോമ്പിനേഷനാണ് നമ്മളുടെ ഈ ബട്ടർ ഓംലെറ്റ്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ബട്ടർ ഓംലെറ്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെല്ലാം ഒന്ന് കമൻറ്റ് ബോക്സിലിടാം. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ സൈഡിലൂടെ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാനൊരു നല്ല വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഓൺ ദി സ്പോട്ട് കിട്ടുള്ളൂ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. താങ്ക്സ് ഫോർ വാച്ചിങ്.